ഓണറബിൾ ഫാമിലിക്കെതിരായിട്ട് മിണ്ടാൻ പാടില്ല, ഓണറബിൾ ഫാദർ ലോയ്ക്കെതിരെ മിണ്ടാൻ പാടില്ല, ഓണറബിൾ സണ്ണി ലോയ്ക്കെതിരെ മിണ്ടാൻ പാടില്ല. ഇവന്മാർ ആരാണെന്ന് സിയാബ് ജ്യോതി ഉമരെ തന്നെ വിചാരിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഇവിടെ വന്ന് ഓണറബിൾ ഫാമിലി എന്ന് പറഞ്ഞു പോയതിനു ശേഷം രാഹുലിന് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. നമ്മൾ ഈ പറയുന്നത് പോലും കരച്ചിലെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയാണോ രാഹുൽ? അജ്യോതെ, ഇവരെ തന്നെ വിളിക്കുന്നത് കടന്നൽ കൂട്ടം, വെട്ടുക്കിളി കൂട്ടം എന്നൊക്കെയാണ്. ഇവരെന്നിട്ട് അതിലങ്ങ് അഭിരമിക്കുകയാണ്. ഇതിനെ കാണുന്നത് എന്താ? നമ്മൾ ഇതിനെങ്ങനെ സംസാരിക്കുന്നത്? വളരെ പുച്ഛത്തോടെ, പരിഹാസത്തോടെ. നമ്മൾ മാലിന്യത്തിനകത്തൊക്കെ കാണുന്ന ചില കൃമികീടങ്ങളില്ലേ, ആ കൃമികീടങ്ങളോട് തോന്നുന്ന അതേ വികാരവും അതേ സഹതാപവും ഒക്കെ ഇവത്തങ്ങളോട് നമുക്ക് തോന്നുള്ളൂ. കേട്ടല്ലോ, അതെ എനിക്കും പറയാനുള്ളൂ. ഇങ്ങനെ മാലിന്യം ഇങ്ങനെ ഭക്ഷിച്ച് ജീവിച്ച് പോകുന്ന, പിഴച്ചു പോകുന്ന കുറേ എണ്ണം. അതിനപ്പുറം ഇവരൊക്കെ ഈ കടന്നലുകളൊന്നും വെട്ടിക്കിളി കൂട്ടൊന്നും ഒക്കെ സ്വയം വിളിക്കുന്നല്ല. നമ്മളാരും ഇതിന് വലിയ വിലയൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ഞാൻ ഓണറബിൾ ഫാമിലിക്കെതിരായിട്ട് ഇനിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും സിയാബ് ജ്യോതി. ആ ഓണറബിൾ ഫാമിലിക്കെതിരായിട്ട് സംസാരിച്ചതിന്റെ പേരിൽ തല പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ആ തല പോകുമെന്ന് പേടിച്ചിട്ട് നിൽക്കുന്ന എന്നോട്, പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന എന്നോട് ഒരു മുടി പോകുമെന്ന് പറഞ്ഞിട്ട് ഇവർ വരട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മളാരായിട്ട് വരണ്ടു പോകുമോ? ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. ശ്രീ ജോസഫ് സി മാത്യു വിരളുമോ? ഇവിടെ ഇരിക്കുന്ന ശ്രീ അബ്ജോദ് വർഗീസ് താങ്കൾ വിരളുമോ? ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിന്റെ വക്താവായി വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ബഹുമാനായ ശ്രീ ഫക്രുദ്ദീൻ ഉണ്ടല്ലോ. നാളെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എനിക്ക് എന്റെ അഡ്രസ് ഉണ്ട്. ചേട്ടാ ചൂടാവട്ടെ, ഇങ്ങനെ ഇറങ്ങി ഞാൻ പോയി ഏഷ്യാനെറ്റ് ആയതുകൊണ്ട് കേട്ടോണ്ടിരുന്നു. ബാക്കി നമ്മൾ മറുപടി ഒന്നും കൊടുക്കുകയില്ല. രാഹുലിനോട് എനിക്ക് പറയാൻ, രാഹുലിന്റെ പുറത്ത് പോയി യൂട്യൂബ് ചാനലുകാരുണ്ട്, രണ്ടുപേരും കൊടുക്കാൻ പറയണം. രാഹുൽ ഞാൻ മാന്യനായിട്ടാണ് സംസാരിക്കുകയാണെങ്കിൽ രാഹുൽ ചോദിച്ച ഞാൻ പറഞ്ഞ മറുപടി വന്നിട്ട് പോകും. ഞാൻ തന്നെ രാഹുലിനോട് പറഞ്ഞു. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഇത്ര അപമാനം തോന്നുന്ന അദ്ദേഹം തന്നെ ഫ്രീഡം ഫൈറ്റർ കൊച്ചുമാൻ കോൺഗ്രസിന്റെ ലോക്കൽ നേതാവിന്റെ മകൻ അതായിട്ട് വന്നാളെ. എനിക്ക് എന്റെ രാഷ്ട്രീയമുണ്ട്. ഞാൻ യാത്ര ചെയ്ത് വന്ന അവരുടെ സൗണ്ട് ഇടറില്ല. അതിന്റെ പുറത്ത് നിങ്ങൾ ആളുകൾ കള്ളുടിച്ചിട്ട് വന്നെന്ന് പറയുന്നത്. താങ്കൾ ഇടതുപക്ഷം അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ പറഞ്ഞതും ഫക്രുദ്ദീന്റെ വികാരം എന്താണെന്ന് ആദ്യം തന്നെ ഞാൻ രാഹുലിനോട് പറഞ്ഞു. രാഹുൽ മനസ്സിലാക്കി തുടരുമെന്ന് ഞാൻ കരുതുന്നു. ഞാനത് പറയട്ടെ. ഞാൻ പറഞ്ഞു വന്നതിന് രക്തചുരുക്കം താങ്കൾ കേൾക്കൂ. ഇനി നിങ്ങൾ അവരെ അനുകൂലിച്ച് സംസാരിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ അവർക്കെതിരായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്കെതിരായിട്ടും ഈ വേട്ടയാടൽ ഉണ്ടാകുമെന്നേ പറഞ്ഞുള്ളൂ. അത് താങ്കൾ ഇത്രയും ധാർമ്മിക രോഷം മനസ്സിലായോ? മായി നിൽക്കുന്ന അപ്പോൾ ഇടതുപക്ഷം എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം തന്നെ മുൻപ് വ്യക്തിപരമായി സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം തന്നെ ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. റഫീഖ് അഹമ്മദ് ദേശാഭിമാനി മാസികയിൽ അദ്ദേഹത്തിന്റെ പടം മുഖചിത്രമായി വരുന്നു. അദ്ദേഹത്തിന്റെ കവിത പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അടുത്ത ആഴ്ച അദ്ദേഹം കേരളയുമായി ബന്ധപ്പെട്ട ഒരു വിരുദ്ധ നിലപാടെടുത്തപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് സൈബർ അറ്റാക്കാണ്. അത് തന്നെ ശ്രീ ഫക്രുദ്ദീന്റെ കാര്യത്തിലും പറഞ്ഞുള്ളൂ. അല്ലാതെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുവാൻ വേണ്ടി പറഞ്ഞല്ല, അധിക്ഷേപിക്കുവാൻ വേണ്ടി പറയുന്ന ഒരു പദമായിട്ടല്ല ഇടതുപക്ഷത്തെ ഞാൻ ഉദ്ദേശിച്ചതും. അത് പോകട്ടെ, താങ്കൾ കൂടെ തെറ്റിദ്ധാരണയിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു. വിട്ടേരെ. ഞാൻ പറഞ്ഞത് ഈ വർത്തമാന കാലത്ത് ഈ ഇതുപോലുള്ള സൈബർ കൂട്ടങ്ങളൊക്കെ ഉള്ള കാലത്താണ് ആ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരവുമായിട്ട് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഞാൻ ആലോചിക്കുക. അന്ന് ഈ സൈബർ ഇടമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കി എന്നായിരുന്നു ഈ CPM വിളിച്ചിരുന്നത്. അപ്പോൾ ഈ സച്ചിൻ ദേവ് എന്ന് പറയുന്നത് എന്തോ ഒരു പുതിയ ഉദാഹരണമാണ്, അല്ലെങ്കിൽ സച്ചിൻ ദേവ് മാത്രമായിട്ടുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്ന് PKVയെ വിശേഷിപ്പിച്ചിട്ടുള്ള EMS നമ്പൂതിരിപ്പാട് തൊട്ട് ഇങ്ങോട്ട് ഗൗരിയം അവരെ പുറത്താക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റി യോഗവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് എന്നെ ആ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടായി. ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് എല്ലാവരും ഒന്നുപോലായി പോയത്? ആ KK രമ മാത്രം നേരിട്ടുള്ള അധിക്ഷേപം എന്താ? TP ചന്ദ്രശേഖരൻ ഇവരുടെ രാഷ്ട്രീയത്തോടൊന്ന് വിയോജിച്ചു, പുതിയൊരു രാഷ്ട്രീയം ഉണ്ടാക്കി. അയാൾ കോൺഗ്രസിനോടൊപ്പം വന്നിട്ടില്ല, UDFന്റെ ഭാഗമായിട്ടില്ല, ഇടതുപക്ഷ വക്താവായി തന്നെ നിന്നു. എന്താ ചെയ്തത്? പുറകെ പോയി 51 വെട്ടുപെട്ടി ആ മനുഷ്യരെ കൊന്നു. നമ്മുടെ മാർഗങ്ങളിൽ ആര് തടസ്സമായി വന്നാലും അത് കൃത്യസമയത്ത് മാറ്റിയിരിക്കണം. കൊന്നിട്ട് അവരുടെ പക തീർന്നോ?
ആ മനുഷ്യൻ ഇപ്പോൾ സച്ചിൻ ദേവ് പറയുമ്പോൾ പുതിയ കാര്യമാണോ? ആ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കിടക്കുമ്പോൾ കുലംകുത്തി എന്നും കുലംകുത്തിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറ്റാക്കിന് തുടക്കം കുറിച്ചത് പിണറായി വിജയനല്ലേ? ആ കിഴങ്ങനാ? അതെ, അത് ഞാനാണ്. അതിനുശേഷം ഈ കെ രമ വന്ന് ചാനലുകൾ വന്ന് പ്രതികരിച്ചു. അവർ പ്രതികരിച്ച സമയത്ത് കെ ലതിക എന്ന് പറയുന്ന MLA പറഞ്ഞത് ഭർത്താവിന്റെ മരണത്തെ വിറ്റഴിച്ചു. ചാനലുകൾ വന്ന് പി മോഹൻ എന്ന് പറയുന്ന CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അയാൾ പറഞ്ഞു ചാനലുകൾ വന്നിരുന്ന പുലകുളി മാറുന്നതിന് മുൻപ് ഒരു സ്ത്രീ വന്നിരിക്കുകയാണ് കണ്ണീരുമായി രാഷ്ട്രീയം പറയാൻ. കെ രമ എന്ത് രാഷ്ട്രീയമാണ് പറഞ്ഞത്? അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടതിൽ നീതി കിട്ടണമെന്ന് പറയുന്ന രാഷ്ട്രീയമല്ലാതെ കെ രമ ഏതെങ്കിലും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ? CK ഗുപ്തൻ എന്ന് പറയുന്ന EMS-ന്റെ മരുമകൻ അദ്ദേഹം എഴുതിയത് കെ രമയെ പറ്റി എഴുതിയത് ചാണകക്കുഴിയുടെ മനസ്സുമായി നടക്കുന്നവൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിനുശേഷം MM മണി കേരള നിയമസഭയ്ക്കകത്ത് ഇവരുടെ വിധിയാണ് വൈദവ്യം എന്ന് പ്രസംഗിച്ചത് MM മണിയാണ്. ആ സ്ത്രീയെ അവരുടെ പ്രതീകാത്മകമായ ഒരു രൂപം കെട്ടി മുലക്കച്ച വെച്ച് കെട്ടി അഭിസാരിക എന്ന് എഴുതി പ്രകടനം നടത്തിയത് അവിടുത്തെ CPM-ന്റെ നേതാക്കന്മാരല്ലേ? എന്താണോ തനിക്കില്ല? ഈ തടക്കം നിരന്തരമായി എത്രയെത്ര അധിക്ഷേപങ്ങൾ ആ സ്ത്രീക്കെതിരായിട്ടുണ്ടായിട്ടുണ്ട്. എല്ലാം പോട്ടെ, കെ രമ വ്യത്യസ്തമായ രാഷ്ട്രീയം പറയുന്നതിന്റെ പേരിലാണെന്നറിയാം. ഒരു കൊച്ചുകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോയിട്ട് തെറി കമന്റുകൾ എഴുതുന്ന CPM-കാരൻ എന്ത് സംസ്കാരമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. ഈ കേരയിൽ സമയത്ത് നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെ അവശേഷിക്കുന്ന ആരെങ്കിലും ചില ആളുകൾ ആ ആളുകൾ അതിനെതിരായിട്ട് പ്രതികരിച്ചു. എന്തായിരുന്നു ഇവരുടെ നിലപാട്? ആ സാംസ്കാരിക നായകന്മാരുടെ വസ്തുവകകൾ ഓഡിറ്റ് ചെയ്യുക. ഇവന്മാരാരാണെന്ന് ഉമാരെ തന്നെ വിചാരിച്ചിരിക്കുന്നത്. പുറത്തു പറഞ്ഞു കേട്ടിടത്തോളം നീ ആളത്ര ശരിയല്ല. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം C ഭാസ്കരൻ എന്ന് പറയുന്ന CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുമ്പ് പ്രസംഗിച്ചത് TP ചന്ദ്രശേഖരൻ എന്തിനാണ് 10 മണിക്ക് ശേഷം പുറത്തിറങ്ങിയത്? വഴിവിട്ട ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ? അതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇതിന് പരിഹാരമില്ല. ദേശാഭിമാനി എന്നും കൈരളി എന്നും പറയുന്ന മാധ്യമങ്ങൾക്ക് തന്നെ അപമാനമായിട്ടുള്ള 2 സ്ഥാപനങ്ങൾ പടച്ചുവിടുന്ന പച്ച നുണകൾ, വ്യാജ വാർത്ത നടത്തുന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം SFI-കാരനും DYFI-കാരനും പൊട്ടിക്കാൻ തീരുമാനിച്ചാൽ പപ്പടം പൊടിക്കേണ്ടതുപോലെ ഒന്നാമത്തെ സ്ഥാപനം SFI-കാരൻ കാണിച്ചു കൊടുക്കുക. ദേശാഭിമാനിയും കൈരളിയും. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറാം. ശശി തരൂരിന്റെ ഭാര്യ കൊല്ലപ്പെട്ട ദിവസം ആ പാകിസ്ഥാനിലേക്ക് മേ മെഹർത്തരാർജി ഹേ ഹു ഹൈ ഹോ എന്ന് പറഞ്ഞിട്ട് മാധ്യമ കോൾ ചെയ്തത്. ഇന്ന് നിങ്ങളെയൊക്കെ മാധ്യമ പ്രവർത്തനത്തിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു മഹാനുണ്ടല്ലോ, ആ മഹാൻ MD ആയിട്ടിരിക്കുന്ന ചാനലാണ് കൈരളി ചാനലാണ്. ശശി തരൂരിന്റെ ഭാര്യ മരണപ്പെട്ട് കിടക്കുമ്പോൾ പാകിസ്ഥാനിലേക്ക് വിളിക്കുന്നത്. സച്ചിൻ ദേവ് ഈ കെ രമ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. അതിന്റെ ശാസ്ത്രീയമായ കാര്യം പറയുന്നത് ഈ സച്ചിൻ ദേവ് ആരാ? കേരളത്തിൽ അറിയപ്പെടുന്ന ഓർത്തോ സർജനാണോ ഈ സച്ചിൻ ദേവ്? അല്ലല്ലോ. ഈ മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാണെന്നാണോ ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. വീണ ജോർജിന്റെ കീഴിലെ വകുപ്പിലെ ഡോക്ടർമാർ വെറും ഉണ്ണാക്കന്മാരാണ്, ഒരു കഴിവിനും കൊള്ളാത്തവന്മാരാണ്, കഴിവ് കെട്ടവന്മാരാണ്. ഈ ഉണ്ണാക്കൻ എന്ന് പറയുന്ന പദം പ്രത്യേകമായിട്ട് എടുത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വരും. ഇവന്മാരൊന്നും പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ സ്കൂളിൽ നമ്മൾ തൽക്കാലം ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി കെ രമ സമ്മർദ്ദപ്പെടുത്തിയിട്ടാണോ പ്ലാസ്റ്റർ ഇട്ടത്? അല്ലല്ലോ. ഇനി കെ രമ സമ്മർദ്ദപ്പെടുത്തിയാൽ പ്ലാസ്റ്റർ ഇടുന്നവനാണെങ്കിൽ അവനെ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറായിട്ട് വെച്ചോണ്ടിരിക്കാൻ പാടുണ്ടോ? ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത എന്താ? ഒരു എക്സ്റേ പുറത്തു വിട്ടിട്ട് പറയുകയാണ് കെ രമയുടെ കൈക്ക് പൊട്ടലില്ല. ഞാൻ ചോദിച്ചോട്ടെ അബ്ജോദ്, അവിടെയാണ് ഞാൻ പറയുന്നത് സച്ചിൻ ദേവോ ഈ പറയുന്ന സൈബർ ഇടത്തിൽ ഏതെങ്കിലും ക്രിമികീടമോ നടത്തുന്ന അറ്റാക്കല്ല. ഇത് വളരെ ആസൂത്രിതമാണ്, സ്റ്റേറ്റ് സ്പോൺസർഡാ, ഗവൺമെന്റ് സ്പോൺസർഡാ. ഒരക്ഷരം പോലും തെറ്റിയില്ല. കാരണം ഇപ്പൊ അത് കെ രമയുടെ ഒറിജിനൽ എക്സ്റേ ആണോ എന്ന് എനിക്കറിയില്ല. ഇനി ഒറിജിനൽ എക്സ്റേ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ എക്സ്റേ ആരുടെ പക്കലാ ഉള്ളത്? ഒരു കമ്പ്യൂട്ടറിലെ എക്സ്റേ കാണുന്നതായിട്ട് കാണുന്നത്. ഏതാ കമ്പ്യൂട്ടർ? മെഡിക്കൽ കോളേജിലെ കമ്പ്യൂട്ടർ ആയിരിക്കില്ലേ? മെഡിക്കൽ കോളേജിലെ കമ്പ്യൂട്ടറിനകത്തുനിന്ന് എക്സ്റേ പുറത്തു കൊടുക്കണമെങ്കിൽ സ്റ്റേറ്റ് സ്പോൺസർഡ് ആയിട്ടുള്ള സൈബർ അറ്റാക്ക് അല്ലേ? ഒരു ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏറ്റവും ചെറിയൊരു രോഗത്തിന്റെ പ്രിസ്ക്രിപ്ഷൻ പോലും നമ്മളുടെ സ്വകാര്യ ഹെൽത്ത് ഡേറ്റയാണെന്ന് പറയുന്ന നാട്ടിൽ ഒരു സ്ത്രീയുടെ എക്സ്റേ ആണ്, അത് വ്യാജമാണോ ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു എക്സ്റേ പ്രചരിപ്പിക്കുക. ഇവന്മാർ എങ്ങോട്ടാണ് ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത്? ജോസഫ് സി മാത്യു സാർ അദ്ദേഹത്തിനെതിരായിട്ടൊക്കെ നടത്തുന്ന സൈബർ അറ്റാക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കുവാൻ കഴിയാത്തത്ര വലിയ ഒരു കുടുംബമായിരുന്നു വായിക്കുവാൻ കൊള്ളാത്ത. ഞാൻ ചോദിക്കുന്നത്, ഇവന്മാർ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇമാതിരി വൃത്തികേടുകളെല്ലാം എഴുതി കൂട്ടിയതിന് ശേഷം ഇവന്മാർ നേരെ പോയി അമ്മയോട് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും ഇവന്മാരുടെയൊക്കെ മസ്തിഷ്കത്തിലൂടെ പോകുന്ന ചിന്ത? ഇത് ഒറ്റപ്പെട്ട ഒരു സംവിധാനമൊന്നുമല്ല. ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സകല അടിമക്കൂട്ടങ്ങളും ഒരേ സമയത്ത് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ട് അടിക്കുന്നതാണ്. ഈ കെ രമയുടെ പർട്ടിക്കുലർ ഇൻസ്റ്റിങ്ക്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ എത്ര പേരോട് പ്രതികരണം ചോദിച്ചു? MP ഗോവിന്ദൻ പ്രതികരിച്ചോ? അനുകൂലമായിട്ട് തന്നെയല്ലേ സംസാരിച്ചത്? മുഹമ്മദ് റിയാസ് പറഞ്ഞത് അനുകൂലമായിട്ട് തന്നെയല്ലേ പറഞ്ഞത്? അപ്പൊ ഇത് പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടക്കുന്നത്. ഇത് ഞാൻ പറയും, ഇത് വളരെ വലിയ ഗൂഢാലോചനയാണ്. കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഞാൻ സച്ചിൻ ദേവ് ഉണ്ടായിരുന്നു. സച്ചിൻ ദേവ്
ഒട്ടും അതിൽ തെറ്റു കാണുന്നില്ല. അതിൽ ആ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറല്ല. അതിലിട്ടതിൽ ഒരു പ്രയാസവും അദ്ദേഹത്തിനില്ല. അദ്ദേഹം അതിനെ ന്യായീകരിച്ചാണ്. അദ്ദേഹം അതിന് പറഞ്ഞത് എന്താ, ഞാൻ KK രമയുടെ പേര് പറഞ്ഞില്ല, ഞാൻ ഫോട്ടോ ഇട്ടിട്ടേ ഉള്ളൂ എന്ന്. അതെന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ എത്രമാത്രം ഇതിനെ ന്യായീകരിക്കുന്നുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇത് കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഇതിനകത്തുണ്ട്. വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പൂർണ്ണമായിട്ടും നേതൃത്വത്തിന്റെ അറിവോടുകൂടി നടക്കുന്നതെന്നാണ്. നാളെ ഇതിലും രൂക്ഷമായിട്ട് മറ്റു നേതാക്കന്മാർ പ്രതികരിക്കുന്നത് കാണാമെന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. നീ തീർന്നു